രാഷ്ട്രീയ വഞ്ചകരാണ് UDF എന്ന് അൻവർ പറയുകയുണ്ടായി. ഞാൻ പറയണതല്ല, എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷേ ഈ അൻവറിനെ, പാവം അൻവറിനെ ഈ അവസ്ഥയിലാക്കി പിന്നെ ഞങ്ങളെ മുന്നണിയിലെടുക്കാം എന്ന് പറഞ്ഞ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം പിന്നെ നിങ്ങളെ UDFനാണ്. UDFൻ്റെ നേതാക്കന്മാരാണ് അദ്ദേഹത്തെ ഈ രൂപത്തിൽ പിന്നെ പിടിച്ചു കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് അങ്ങേര് തന്നെ പറയുന്നു ചവിട്ടി പുറത്താക്കി തെരുവിലേക്ക് ഇട്ടു. അങ്ങനെ ഒരു രാഷ്ട്രീയ വഞ്ചന അദ്ദേഹത്തോട് ചെയ്യാൻ പാടുണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. രാഷ്ട്രീയ വഞ്ചനയെ കുറിച്ച് ഒരു ചോദ്യം നിലമ്പൂരിലാണ്. ഷാക്കിർ, അതടക്കം താങ്കളുടെ ഒരു കൺക്ലൂഷൻ എങ്ങനെയാണ് ഈ ചർച്ചയിൽ? ഞാൻ പിന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ നിങ്ങൾ കാണുകയാണ്. നിങ്ങൾ കേൾക്കി, നിങ്ങൾ കേൾക്കി ചോദ്യം, നിങ്ങൾ കേൾക്കി പറയൂ. PV അൻവർ 2011 ഏറനാട് മത്സരിക്കുമ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി ആയിരുന്നോ? അല്ല, അവിടെ LDFന്റെ സ്ഥാനാർത്ഥി അഷ്റഫ് ഉണ്ടായിരുന്നു. 2700 വോട്ടാണ് കിട്ടിയത്. PV അൻവറിനോ 48,000 വോട്ട് കിട്ടി. CPM അദ്ദേഹത്തെ അന്ന് മുതൽ താലോലിച്ച് കൊണ്ട് നടക്കുകയാണ്. ഈ 9 വർഷം നിങ്ങളെ കൂടെയായിരുന്നു. ആഭ്യന്തര വകുപ്പ് പറയാൻ അങ്ങോട്ട് വരട്ടെ. RSS വൽക്കരണത്തിന് അദ്ദേഹത്തിന് പരാതി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവർ നമ്മൾ കച്ചവടത്തിൽ തെറ്റിയ പരാതി ഉണ്ടായി. ഒരു LDFന്റെ MLA രാജിവെച്ച് വരുമ്പോൾ ഞങ്ങൾ എന്താ കാട്ടേണ്ടത്? സ്വാഭാവികം ജനാധിപത്യം സ്വാഗതം ചെയ്യും. പക്ഷെ സ്വഭാവം നിങ്ങളെ കൂടെ കിടന്ന ആൾക്കാരുണ്ട്. അൻവർ അങ്ങനെ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അൻവർ പറഞ്ഞത് മുഴുവൻ കണക്കിലെടുക്കുക. പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കോ? പിണറായി വിജയനെ കുറിച്ച് അൻവർ പറഞ്ഞ മുഴുവൻ നിങ്ങൾ വിശ്വസിക്കോ? നിങ്ങളെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. രാഷ്ട്രീയ ആരോപണം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു. അൻവറിന്റെ ആരോപണം സ്വാഗതം ചെയ്യുന്നു. അത് ഗൗരവമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി താങ്കൾ വിശ്വസിക്കുന്നതല്ലേ? അല്ല, പിന്നല്ലാതെ ആരോപണം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി ആകണം, വനമന്ത്രിയാകണം. നിങ്ങൾ ഒരു മനുഷ്യരെ തലക്ക് സുഖമില്ലാതെ ആക്കി വിട്ടാല് അത് ഏറ്റെടുക്കുന്ന പണിയാണ്. അങ്ങനെയുള്ള ആളെ തേടി രാഹുൽ മാങ്കൂട്ടൻ രാത്രി പോയത് എന്തിന്? അങ്ങനെയുള്ള ആളാണെങ്കിൽ എന്തിന് രാഹുൽ പോയി? അങ്ങനെ ഉണ്ടാണെങ്കിൽ മഞ്ഞളാംകുടി അല്ലെങ്കിൽ MLA അതൊന്നുമല്ലല്ലോ. രാത്രിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഒരാളെ തേടി എന്തിനു പോയി? നിങ്ങൾ 9 വർഷം ഇവിടെ MLA ആയ ഒരാളെ അദ്ദേഹത്തോട് സ്വാഭാവികമായും ജനാധിപത്യ സംവിധാനത്തിൽ സംസാരിക്കും, സഹകരണം തേടും. രാത്രിയിലോ പ്രതിപക്ഷ നേതാവ് പകല് പറഞ്ഞ എന്താണ്? ആ ചാപ്റ്റർ ക്ലോസ്ഡ്, വാതിൽ അടച്ചു. പാർട്ടിയല്ല. പ്രതിപക്ഷ നേതാവിനെ അനുസരിക്കാതെയാണോ രാഹുൽ മാങ്കൂട്ടം പോയത് പാതിരാത്രിയിലോ? അതെങ്ങനെയാണ്? ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ ചർച്ചകളുണ്ടാവും. അർദ്ധരാത്രി സ്വാതന്ത്ര്യം, അർദ്ധരാത്രി കേട്ടിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ചർച്ച അർദ്ധരാത്രിയിലോ?